അയോധ്യയിൽ ഈ തീർത്ഥാടകരുടെ ഒരു വലിയ ഒഴുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിച്ചതുകൊണ്ട് തിരക്ക് വളരെ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം സരയൂ ആരതി കാണുന്നതിനൊപ്പം രാമക്ഷേത്രത്തിലെ ദർശനത്തിനുമായി വലിയൊരു തീർത്ഥാടക പ്രവാഹം ഈ സമയത്തുണ്ട്. ഒപ്പം ജിഷ്ണു, ഇപ്പോൾ രാമക്ഷേത്രത്തിലെ ദർശനം അവസാനിച്ചിട്ടും ഈ തിരക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. ശരിക്കും ദർശനം സാധാരണക്കാർക്കുള്ളത് അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും 23-ന് ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് സാധാരണ ജനങ്ങൾക്ക് അയോധ്യ രാമജന്മഭൂമിയിൽ ക്ഷേത്ര ദർശനത്തിന് അവസരമുള്ളത്. പക്ഷേ ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ എന്നിട്ടും ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാമക്ഷേത്രത്തിനകത്തെ ദർശനം മാത്രമല്ല, ഇപ്പോൾ പുറത്ത് സരയൂ നദീതീരത്തൊക്കെ വലിയ ആഘോഷം നടക്കുന്നുണ്ട്. നമ്മളതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. സരയൂ ആരതി ഒരു വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. അത് അയോധ്യയിൽ മാത്രമല്ല, ഇപ്പോൾ അയോധ്യയിൽ നിന്ന് വാരണാസി, ഭാരതത്തിൻ്റെ ആത്മീയ തലസ്ഥാനം ഉത്തർപ്രദേശിൽ തന്നെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഗംഗാ ആരതിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീ ആരതി നടക്കുന്നത്, നദീ ഉത്സവം നടക്കുന്നത് വാരണാസിയിലാണ്. അവിടെയും എല്ലാ ദിവസവും ഈ ആരതി നടക്കുന്നുണ്ട്. സരയൂ നദീതീരത്ത് നടക്കുന്ന ആരതിയുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം ആഘോഷ ദിവസങ്ങളിൽ ദീപാവലി നാളിലൊക്കെ 3 ലക്ഷം ചിരാതുകൾ തെളിച്ചാണ് സരയൂ നദീതീരം ദീപാവലി ആഘോഷിക്കുന്നത് യോഗി ഭരണത്തിന് ശേഷം. ഒപ്പം അയോധ്യക്കൊപ്പം തന്നെ സരയൂ ഒപ്പം തന്നെ ഈ ഗംഗാ ആരതി സൂചിപ്പിക്കുമ്പോൾ അത് ദിവസേന എല്ലാ ദിവസവും നടക്കുന്നതാണ്. ഈ ഹരിദ്വാറിലും ഋഷികേശിലും കാശിയിലും ഇവിടെ അയോധ്യയിൽ സരയൂ ആരതി. പക്ഷേ എല്ലാ ദിവസവും ആ ഒരു നദീ സംസ്കാരത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനായി വലിയ തിരക്ക് സാധാരണ ദിവസങ്ങളിൽ പോലും കാണുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അയോധ്യയിലേക്ക് വലിയ തീർത്ഥാടക പ്രവാഹം. ഈ ദർശന സമയം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ള ചോദ്യത്തിന് ഈ ഒരു പുണ്യ നിമിഷത്തിൽ ഈ പരിസരത്ത് എവിടെയെങ്കിലും നിൽക്കാൻ സാധിക്കണം, അതൊരു ജന്മപുണ്യം എന്നുള്ള രീതിയിലാണ് കേരളത്തിൽ നിന്നുൾപ്പെടെ നിരവധി ആളുകൾ ഈ അയോധ്യയുടെ മണ്ണിലേക്ക് എത്തുന്നത്. അത്തരത്തിൽ വലിയ തീർത്ഥാടകരുടെ തിരക്കുണ്ട്. അടുത്ത ദിവസം മുതൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ അയോധ്യയിൽ ഒരുക്കുന്നുണ്ട്.